എവിടെ പോയാലും റിജക്ഷൻസ് മാത്രം. എനിക്ക് ഇഷ്ടമായോണ്ടാ ഞാൻ പറഞ്ഞു. എങ്ങനെ എടുക്കുന്ന അറിയില്ല, ക്രഷ് തോന്നിയത്. ഹായ്, എന്തായിരുന്നു പേര്? ഞാൻ അവിടെ ഒന്നിരുന്നോട്ടെ. എവിടെ വീട്? മലപ്പുറം. എന്താ ചെയ്യുന്നേ? CMA. എനിക്ക് കണ്ടപ്പോഴേ എങ്ങനെ എടുക്കുന്ന അറിയില്ല, ക്രഷ് തോന്നിയത്. വീട്ടിലാരൊക്കെ ഉണ്ട്? എനിക്ക് ക്രഷ് തോന്നി, ഇഷ്ടമായി. റിപ്ലൈ എന്തായിരുന്നു? റിപ്ലൈ നോർമൽ. തിരിച്ച് ഫൈസ്. വീട് തൃശ്ശൂരാ. ഞാൻ ഇവിടെ വർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ കളമശ്ശേരിയില്ല. എനിക്കങ്ങനെ എല്ലാവരോടൊന്നും തോന്നാറില്ല, റയറായിട്ട് തോന്നാറ്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനൊരു ക്രഷ് തോന്നുന്നത്. എന്തെങ്കിലും എന്താ ഫ്യൂച്ചർ പ്ലാൻസ്? ഓക്കെ. താഴെ വീട്ടിൽ വേറെ ആരൊക്കെ? എവിടെ? മലപ്പുറത്ത് എവിടെ? ഒബ്രോൺ. എടപ്പാളാണോ? അത് ശരി. എടപ്പാളൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ഒരുപാട്. ഓക്കെ. ഞാൻ സ്ഥിരം എടപ്പാൾ ഉണ്ടാവാറുണ്ട്. മറ്റേ നെസ്റ്റോളിലൊക്കെ വരാറുണ്ട്, ഫോറമാളിലൊക്കെ വരാറുണ്ട്. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് അടുത്ത് വന്ന് കാണാൻ തോന്നി, മുഖം അടുത്തുനിന്ന് കാണാൻ തോന്നി. അപ്പോൾ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാര്യം ഞാൻ ഇങ്ങനെ സ്വപ്നത്തിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, ഇങ്ങനെ തൻ്റെ പോലത്തെ ഒരു ഫേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടപ്പോൾ അതേ കറക്റ്റ് ആ ഒരു ഇത് എനിക്ക് കിട്ടി. എന്തേലും മറുപടി എന്തേലും ഇഷ്ടമായോ? ഇല്ലേ? ഇല്ല. എന്തേലും ഇഷ്ടം? എന്തിഷ്ടം? കണ്ടപ്പോ ഇഷ്ടായില്ല? ആരോടാ ഇഷ്ടം? അഫയർ ഉണ്ടോ? അപ്പൊ ഞാനിങ്ങനെ വന്ന് പറഞ്ഞത് വെറുതെ ആയില്ലേ? ഇത്ര ഒരുപാട് പേരെ കണ്ടിട്ടും എനിക്ക് തന്നോട് തോന്നിയത്. ഒരുപാട് പേരെ നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ, ലൈഫിൽ ഒരുപാട് പേരെ കാണും, ഒരുപാട് പേരെ പരിചയപ്പെടും. പക്ഷേ തന്നോടാണ് എനിക്ക് ആ ഒരു ഇഷ്ടം തോന്നിയത്. എന്തേലും പറ. ബുദ്ധിമുട്ടായില്ലല്ലോ? ഞാൻ അവിടെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടില്ലല്ലോ? എനിക്കിഷ്ടം അത് തെറ്റാണോ? എനിക്കറിയില്ല, അത് ഞാൻ പറഞ്ഞത് തെറ്റായോ? സാധാരണ ഞാൻ ഇങ്ങനെ ഇഷ്ടം പറയുമ്പോൾ അവരിങ്ങനെ റൂഡാവാറുണ്ട്. പക്ഷേ താൻ എന്തോ എനിക്ക് ആ ഒരു ക്വാളിറ്റി ഭയങ്കര ഇഷ്ടപ്പെട്ട്. താൻ എന്നോട് റൂഡായില്ല എന്നുള്ളതാണ് അതിൽ വേറൊരു സത്യം. ഫ്രണ്ട്സ് ഇതുപോലത്തെ ഇഷ്ടമുള്ളവരുണ്ടോ? ബോയ്സിനോട് ഇഷ്ടം തോന്നുന്ന ഫ്രണ്ട്സ് ഉണ്ടോ കൂട്ടത്തിൽ? ഇല്ല. ഇത് ശരിക്കും ഇത് തെറ്റാണോ? എനിക്ക് പെൺകുട്ടികളോടല്ല ഇഷ്ടം തോന്നുന്നത്. അല്ല, ഞാൻ അങ്ങനെ സ്വയം വിഷമിക്കാറുണ്ട്, പല സമയത്തും ഒറ്റക്കിരുന്ന് വിഷമിക്കാറുണ്ട്. പക്ഷെ എനിക്ക് തന്നോട് ഇഷ്ടം തോന്നി. എനിക്ക് എൻ്റെ ഇഷ്ടം അങ്ങനെയാണ്. എവിടെ പോയാലും റിജക്ഷൻസ് മാത്രം.
എനിക്ക് ഇഷ്ടമായോണ്ടാ ഞാൻ പറഞ്ഞു. ഇവൻ എന്നെ അറിയുന്നു വിചാരിച്ച് ഒരു ഹായ് കൊടുക്ക്. ഞങ്ങളൊക്കെ ഏകദേശം ഒരു നാട്ടുകാരായി. ഇവൻ എടപ്പാള് ഏകദേശം, ഇവൻ എടപ്പാള്, ഞാൻ ഏകദേശം എടപ്പാളൊക്കെ എടുത്താണ്. ഇവൻ എടപ്പാളല്ല. നിങ്ങളെന്താ അവിടെ വിചാരിച്ച്? ഞങ്ങള് 5-6 മിനിറ്റ് ഞാൻ വെച്ച് ചെന്നിട്ട് പ്രപ്പോസ് ചെയ്തിട്ട് തിരിച്ചു വരുമെന്ന്. ഇത് നോക്കുമ്പോ 5-6 മിനിറ്റ് ഞാൻ വെച്ച് ഇവൻ തിരിച്ച് പ്രപ്പോസ് ഇഷ്ടമാന്ന് പറഞ്ഞെന്ന് വിചാരിച്ചു ഞാൻ. അല്ലല്ല, ആക്ച്വലി ഇവൻ ഭയങ്കര പോസിറ്റീവായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോർമലി ഇങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല, ഞാൻ അവിടെ ഇരുന്നോട്ടെ ചോദിച്ചപ്പോ ഇരുന്നോ, അതിനെന്താ, എനിക്ക് പോവാന്നൊന്നും പറഞ്ഞില്ല. സാധാരണ ആരെങ്കിലും ചിലവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നവരൊക്കെ ആണെങ്കിൽ എനിക്ക് പോയിക്ക് താല്പര്യമില്ല, എന്നോട് ഇഷ്ടം പറയണം, വേറെ എല്ലാവരോടും അങ്ങനെയൊക്കെ പറയും. ഇവൻ ഭയങ്കര പോസിറ്റീവായിട്ട് പറയണതിനൊക്കെ മറുപടി തന്നു. അവൻ കൂളായിട്ട്, വളരെ കൂളായിട്ട് കാമായിട്ട് ഞാൻ പറയണതിനൊക്കെ മറുപടി തന്നു. താല്പര്യമില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, എനിക്ക് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു. അടിപൊളി. എന്തേലും പറ, 2 വാക്ക്. എന്ത് പറയാന്, ഒന്നുമില്ല. നല്ല പാവം പയ്യനാ, തങ്കപ്പെട്ട പയ്യനാ, അല്ലെങ്കിൽ അടിച്ചോടിച്ചത്. ഞങ്ങളെ എടപ്പാളുകാരൊക്കെ അങ്ങനെ അല്ലേ? എടപ്പാളുകാരൊക്കെ മാന്യന്മാരാണ് ഞങ്ങൾ എടപ്പാളുകാർ. ഉള്ളിൽ എന്തെങ്കിലും ഒരു തലക്ക് എന്റെ അടുത്ത് വന്നിട്ടാണ് പ്രപ്പോസ് ചെയ്യണമെങ്കിൽ വാ പോവാ ആ സൈഡിക്ക് അങ്ങോട്ട് നീങ്ങിയിരിക്കാന്ന്. മോനെ ഇവിടെ ഇച്ചിരി സേഫ് അല്ല, നമുക്ക് വേണേ അങ്ങോട്ട് മാറിയിരിക്കാന്ന് പറഞ്ഞു. പണ്ട് കോഴിക്കോട് പോയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് സീനായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ പിൻ ചെയ്യാം, എന്തായാലും കാണണം. അങ്ങനെ ജസ്റ്റ് സാധാരണ ബോയ്സ് ഗേൾസിനല്ലേ പോയി പ്രപ്പോസൽ പ്രാങ്ക് ഒക്കെ ചെയ്യാറ്. ഇന്നൊരു ബോയിനെ പ്രപ്പോസൽ പ്രാങ്ക് ചെയ്ത് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കിയതാ.